മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. അതാണ് ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും നല്ല സ്വഭാവം. ഹുസ്നുൽ വന്ന് അഥവാ നല്ല ഭാവന ഹൃദയത്തിൽ കൊണ്ടുവരിക. ആരെക്കുറിച്ചും മോശമായി ചിന്തിക്കാതെ അവർ ചെയ്യുന്നതെല്ലാം നന്മയാണ് എന്നുള്ള ഹൃദയപക്ഷം കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ജീവിതം തന്നെ ഐശ്വര്യത്തിലാകും. ഞാനൊരു കഥ പറയട്ടെ. താബിഈകളിൽ പ്രമുഖനായ ത്വൽഹ റളിയല്ലാഹു അൻഹു വളരെ ധർമ്മിഷ്ഠനാണ്. എല്ലാവരെയും സഹായിക്കുന്ന പ്രകൃതിക്കാരനാണ്. സമ്പത്തിൻ്റെ ഉടമയാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ മോശമായ ആളുകളെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന്. അപ്പം മഹാനവറുകൾ ചോദിച്ചു, അതെന്താ കാര്യം? അപ്പം ഭാര്യ പറഞ്ഞു, അതെന്താ പറയാനിരിക്കുന്നത്? എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് നല്ല ഐശ്വര്യമുള്ള സമയത്തെ അവർ നിങ്ങളോട് കൂട്ടുകൂടുള്ളൂ. നിങ്ങളുടെ മോശം സമയത്ത് അവരെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലായിക്കൂടെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച്? അപ്പോൾ മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ സഹധർമ്മിണിയോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. കാരണം അവർക്ക് എന്നോടുള്ള അനുകമ്പയും സ്നേഹവും കാരണം കൊണ്ടാണ് അവർ എൻ്റെ ഐശ്വര്യമുള്ള സമയത്ത് അവർ എന്നോട് വല്ലാതെ കൂട്ടുകൂടുന്നതും എൻ്റെ അടുക്കൽ വരുന്നതും. അപ്പോൾ എനിക്ക് അവരെ നല്ലപോലെ സഹായിക്കാൻ കഴിയും. മറിച്ച് എൻ്റെ അവസ്ഥ വളരെ മോശമാണെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്നാൽ എനിക്കവരെ വേണ്ട പോലെ പരിഗണിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല. ആ സമയത്ത് എന്നെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവർ എൻ്റെ അടുക്കൽ ആ സമയത്ത് വരാത്തത് എന്ന് മഹാനവറുകൾ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. തൻ്റെ സഹോദരങ്ങളുടെ മ്ലേച്ഛമായ സ്വഭാവത്തെ എത്ര നല്ല രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഹുസ്നുൽ വന്നിൻ്റെ നല്ല ഭാവനയുടെ അടയാളങ്ങളാണിത്. മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിന്തിക്കാതെ അവരെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുമ്പോൾ ഐക്യവും സ്നേഹവും സമാധാനവും അവിടെ കളിയാടുകയാണ്. ഇതാണ് മഹാന്മാരുടെ, നല്ല ആളുകളുടെ സ്വഭാവവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസ്നുൽ വന്നിൻ്റെ അഹ്ലുകാരെ കൂട്ടത്തിൽ, നല്ല ഭാവന ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ആളുകളെ കൂട്ടത്തിൽ, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.